അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് at 25 degrees Celsius molar conductivity at infinite dilution for the strong electrolyte NaOH, NaCl, BaCl2 are. ഇതെന്താ വെച്ചാൽ കുറച്ച് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ എന്ത് തന്നിട്ടുണ്ട്, മോളാർ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സോ അത് വേറൊരു മെത്തേഡാണ്. അപ്പോൾ ഇതിൽ എന്താ സംഭവിക്കുന്നത്, ഒരു ഇക്വേഷൻ നമുക്ക് എഴുതി നോക്കാം. ഇക്വേഷൻ ഏതാണെങ്കിൽ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് ചോദിച്ചത് നമ്മളോട് എന്താ BaOH ട്വൈസിന്റെ ആണ്. അപ്പം λ0m ഓഫ് BaOH ട്വൈസ് ഈസ് ഈക്വൽ ടു ഏതിൻ്റെ ഒക്കെ എഴുതണം, λ0m ഓഫ് ഒരു BaCl2 വേണം. കാരണം എന്താ, നമുക്ക് അതിൽ നിന്ന് BA വേണം അല്ലേ. പ്ലസ് എന്ത് വേണം, 2 × λ0m ഓഫ് എന്ത് NaOH. അതെന്തുകൊണ്ടാണ് നമ്മൾ 2 ഇടാൻ കാരണം 2 OH വേണം. സോ നമ്മൾ 2 OH എടുക്കാൻ വേണ്ടി 2 × പിന്നെ മൈനസ് λ0m ഓഫ് ഏതാണ് BaCl2. അത് സോറി λ0m ഓഫ് NaCl. NaCl നമ്മൾ എന്താക്കണം, 2 NaCl എന്ന് എഴുതണം. 2 NaCl. കാരണം എന്താ, ഇവിടെ 2 Cl2 ഉണ്ട്, അതേപോലെ 2 Na ഉണ്ട്. 2 Na 2 Cl ലിമിറ്റ് ചെയ്യണം. അപ്പം അതിനുവേണ്ടി നമ്മൾ 2 NaCl ഇടണം. ഇനി ഡയറക്റ്റ് എന്താ ആ വാല്യൂസ് ഒക്കെ കൊടുക്കുക. എന്താ ഈസ് ഈക്വൽ ടു λ BaCl2ന്റെ വാല്യൂ എന്താ തന്നിരിക്കുന്നത്, 280 × 10⁻⁻⁴, 280 × 10⁻⁻⁴ പ്ലസ് 2 × NaOHന്റെ വാല്യൂ ആണെങ്കിൽ 248 × 10⁻⁻⁴ മൈനസ് 2 × ഏതാ NaClന്റെ വാല്യൂ ആണെങ്കിൽ 126 × 10⁻⁻⁴. ഇത് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 8ന്റെ ആൻസർ 524 × 10⁻⁻⁴ എന്നുള്ള ആൻസർ കിട്ടും. ഇത് ഡയറക്റ്റ് കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് ഈ ആൻസർ കിട്ടുന്നതാണ്. സോ ഇതിൽ 524 × 10⁻⁻⁴ ഏതാണ്, ഓപ്ഷൻ സി ആണ്. അതിൽ നിന്ന് ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ weight of silver deposited if 96.5 ampere of current is passed into aqueous solution of AgNO3 for 100 seconds. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫാരഡേസ് ലോ പഠിക്കുന്നുണ്ട് അല്ലേ, ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ. അപ്പോൾ ഫാരഡേസ് ലോയിൽ എന്താ പറയുന്നത്, the mass deposited at anode or the mass deposited at cathode or mass എന്താ released from the anode എന്താണ് is equal to എന്താണ് m is equal to എന്താണെന്ന് പറയുക is proportional to എന്താണ് q എന്നാണ്. അതായത് ചാർജ് നമുക്ക് കൊടുക്കുന്ന ചാർജിന് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്നത്. അപ്പൊ q എന്താ നമുക്കറിയാം, q is equal to IT അല്ലേ, കറണ്ട് ഇൻറ്റു ടൈം. അപ്പം അതിന്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്താണ്, z എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻസ്. സെറ്റിന്റെ വാല്യൂ നമുക്കറിയാം E/96,500 അഥവാ ഇന്റെ വാല്യൂ എന്താ, മാസ് ബൈ വാലൻസ് ഫാക്ടർ അല്ലേ, സോറി മാസ് അല്ല, മോളാർ മാസ് ബൈ വാലൻസ് ഫാക്ടർ എന്നറിയാം. സോ ഇനി ഡയറക്റ്റ് നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടു. നമ്മളോട് ചോദിച്ചിരിക്കുന്ന വെയിറ്റ്, അതായത് മാസാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എത്ര കറണ്ട് തന്നിട്ടുണ്ട്, അതേപോലെ ടൈം തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. സോ മാസ് ഈസ് ഈക്വൽ ടു സെഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്താ ഇതറിയാം, എന്താ ഇന്റെ വാല്യൂ അറിയാം, മാസ് ബൈ വാലൻസ് ഫാക്ടർ ആണ്. അപ്പം സെഡിന്റെ വാല്യൂ എന്ത് കിട്ടും, മാസ് ബൈ മാസ് അല്ല, മോളാർ മാസ് ബൈ വാലൻസ് ഫാക്ടർ ഇൻറ്റു 96,500 ഇൻറ്റു എന്താണ് I ഇൻറ്റു ടി. ഇനി ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ മോളാർ മാസ് നമുക്കറിയാം, സിൽവറിന്റെ മോളാർ മാസ് എത്രയാണ്, 108 ആണ് അല്ലേ. 108 ഇൻറ്റു കറണ്ട് എത്ര വന്നിട്ടുണ്ട്, 96.5. നമുക്ക് വാല്യൂ ഒക്കെ ഏകദേശം സെയിം വാല്യൂ തരാൻ കാരണം നമുക്ക് കാൽക്കുലേഷൻസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. 96.5 ഒക്കെ 96,500നോട് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്രയും ഈസി ആയിട്ടുള്ള വാല്യൂസ് വന്നിരിക്കുന്നത്. അപ്പം 96.5 പോയിന്റ് മാറാൻ പാടില്ല, എവിടെയാ പോയിന്റ്സ് ഒക്കെ നോക്കണം, ഡെസിമൽ എവിടെയാ നോക്കണം. അപ്പോൾ 96.5 ഇൻറ്റു ടൈം വന്നിട്ടുണ്ട് എത്ര, 100 സെക്കൻഡ് വന്നിട്ടുണ്ട്, ബൈ വാലൻസ് ഫാക്ടർ നമുക്കറിയാം AG പ്ലസ് ആണ്. അപ്പം വാലൻസ് ഫാക്ടർ 1 ആണ്, 1. അപ്പോൾ ഇൻറ്റു 96
500. അപ്പം ഇതിൽ നിന്ന് എന്താ 96,500 ഒരു 100 ഇൻറ്റു ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ വാല്യൂ എത്ര കിട്ടും? 9650 കിട്ടും അല്ലേ? അപ്പം 9650 എന്ന് പറയുമ്പോൾ ഇതും കട്ടായിപ്പോയി. പിന്നെ ബാക്കി താഴെ പിന്നെ എന്താ ബാക്കിയുള്ളത്? 108/10 ബാക്കിയുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10.8 ഗ്രാം എന്ന് ആൻസർ കിട്ടും. സോ ഇത്ര എളുപ്പമാണ്. ഇതുപോലെ ക്വസ്റ്റ്യൻസ് അധികം ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുക. മേ ബി അതിൽ മോളാർ മാസ് തന്നിട്ടുണ്ട്, ചിലപ്പം ചാർജ് ഡയറക്റ്റ് തന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതും ഏകദേശം നമുക്ക് വാല്യൂസ് അടുത്തടുത്തുള്ള വാല്യൂസ് വെച്ചായിരിക്കും തരിക. ഇതിൽ ആൻസർ എന്താ നമുക്ക് കിട്ടിയ? 10.8 കിട്ടിയല്ലേ? അപ്പൊ 10.8 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനാണ്, അതായത് നമ്മൾ പഠിക്കുന്നുണ്ട് കൊറോഷൻ അല്ലെ, ഇരുമ്പ് തുരുമ്പാവുക, റസ്റ്റിംഗ് ഓഫ് അയോൺ. അപ്പൊ അതിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ പെട്ടെന്ന് മനസ്സിലാക്കാതെ ഡയറക്റ്റ് പഠിച്ച് എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കുക. അതായത് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഓക്സിഡേഷൻ എപ്പോഴും എവിടെ നടക്കുള്ളൂ? ആനോഡിലേ നടക്കുള്ളൂ. റിഡക്ഷൻ ആണെങ്കിൽ കാഥോഡിലേ നടക്കുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിന്റെ ആൻസർ ചെയ്ത് പോവാം. ഇപ്പം നോക്കൂ, Fe2+ ആയി എവിടെ? ആനോഡിൽ. കറക്റ്റ് അല്ലേ? ആൻസർ കറക്റ്റ് ആണ്, കാരണം ഓക്സിഡേഷൻ നടന്നിരിക്കുന്നത്. ഇവിടെ O2ന്റെ എന്താ 0 ആണല്ലേ? ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. അതെന്തായി മാറി? 2H2O എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായി? -2 ഇവിടെ എന്താ നടന്നിരിക്കുന്നത്? റിഡക്ഷൻ നടന്നു അറ്റ് കാഥോഡ്. കറക്റ്റ് അല്ലേ? അതും റിഡക്ഷൻ നടക്കുന്നത് കാഥോഡിലാണ്. പിന്നെ ഈ രണ്ട് റിയാക്ഷൻസും എഴുതാണെങ്കിൽ ഓവറോൾ റിയാക്ഷൻ എന്താ കിട്ടും നമുക്ക്? 2Fe + O2 + 4H+ gives 2Fe2+ + 2H2O. അപ്പോൾ ഇതും കറക്റ്റ് ആണ്. പിന്നെ ഇതെന്താ? ഈ കിട്ടിയിരിക്കുന്ന Fe2+ വീണ്ടും ഓക്സിഡേഷൻ നടക്കും. അപ്പോൾ വീണ്ടും ഓക്സിഡേഷൻ നടക്കാൻ വീണ്ടും ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? Fe2O3 XH2O. ഇതെന്താ സാധനം? ഇതാണ് റസ്റ്റ്. നമുക്ക് ആ കിട്ടുന്ന തുരുമ്പില്ലേ, അതിനെ വിളിക്കുന്ന പേര് അതാണ് ഇത്, ഈ Fe2O3 XH2O. വീണ്ടും ഉണ്ടായിരുന്ന Fe2+ വീണ്ടും ഓക്സിഡേഷൻ നടന്നിട്ട് കിട്ടുന്നതാണ് ഇത് Fe2O3 XH2O. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? വിച്ച് ഓഫ് ദ ഫോളോയിങ്, ഏതൊക്കെയാണ് റസ്റ്റിംഗ് ഓഫ് അയണുമായിട്ട് ബന്ധപ്പെട്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇതെന്തായി? 4ഉം കറക്റ്റ് ആൻസർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നു. അപ്പൊ നമ്മളെ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി. ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ബാറ്ററി, ഫുവൽ സെൽസ്, അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ എന്താ ആനോഡ് ഏതാ കാഥോഡ് ഏതാ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പം ഇതേപോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നമുക്ക് എന്താ മനസ്സിലാക്കുക, കാണാപ്പാടം പഠിക്കരുത്, മനസ്സിലാക്കി ആനോഡ് ഏതാ കാഥോഡ് എന്നൊക്കെ മനസ്സിലായ ഓപ്ഷൻസ് എന്തായാലും ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചിട്ട് ഇതുപോലെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതിൽ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. സോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.